പലരുടെയും സംശയം, അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവരുടെ കൂടെയുള്ളവരോട് ക്ഷമയോടുകൂടിയും ശാന്തമായും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ, ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അവരും കൂടി നന്നായി വരട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി വരട്ടെ എന്ന് വിചാരിച്ച് സ്വന്തമായി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴും കൂടെയുള്ളവർ സൗകര്യമെന്ന് കണ്ട്, ഇപ്പൊ മദ്യപാനിയായ ഭർത്താവാണെങ്കിൽ വൈഫ് പണ്ടത്തെ പോലെ അത്രയും ശല്യവും ബഹളമൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നല്ല ലാവിഷായിട്ട് മദ്യപിച്ച് കുറെ കൂടി ശക്തമായ രീതിയിലൊക്കെ കയറി വരുന്നുണ്ട്. നന്നായി വരുന്നില്ല. പക്ഷെ എന്റെ മെസ്സേജിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ളവർ അവരും നന്നായി വരും, പോസിറ്റീവായി വരും എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിസൾട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ അമ്മായിയമ്മയാണെങ്കിലും അമ്മായി അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്തോറും നമ്മുടെ തലയിൽ കയറുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഇതൊരു പ്രധാന സംശയം. പിന്നെ എപ്പോഴുള്ളത് പോലെ തന്നെ മെസ്സേജുകൾ കേൾക്കുന്നു, അതിലുള്ളതുപോലെയൊക്കെ ശ്രമിക്കുന്നു, എത്ര ശ്രമിച്ചിട്ടും ഉദ്ദേശിക്കുന്നത് പോലെ വരുന്നില്ല, നിരാശ, അങ്ങനെയൊക്കെയുള്ള പലരുടെയും മറ്റ് സംശയങ്ങൾ. സ്വന്തമായി തന്നെ കയറി വരാൻ കഴിയുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് സ്വന്തമായി അവർ പറ്റുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടെയുള്ള വീട്ടിലെ മറ്റു വ്യക്തികളിൽ നിന്നുള്ള മക്കളിൽ നിന്നും ഒക്കെ വരുന്ന ചില പ്രതികരണങ്ങളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലും ഒക്കെ ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അവരിങ്ങോട്ട് ചെയ്യുന്ന ഡീലിങ്സ് ഒന്നും കറക്റ്റ് ആകുന്നില്ല. അവർക്ക് ഒരു മാറ്റമൊന്നും അങ്ങനെ കാണുന്നില്ല. ഇതാണ് ഒരു സംശയം. അപ്പോൾ ഇത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എന്തൊക്കെയോ കർമ്മത്തിന്റെ ഫലങ്ങൾ മറ്റു വ്യക്തിയിൽ നിന്നൊക്കെ നമ്മൾ തന്നെ അനുഭവിച്ച് ബാലൻസ് ആകുന്നത് എന്ന് ഒരു വശം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനൊരു ബാലൻസിങ് ഉണ്ട്. പക്ഷെ നമ്മൾ സൃഷ്ടാവ ദൈവത്തോട് എത്തിയപ്പോൾ ഇതിനെല്ലാം ഒരു ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നത് ഇളവ് ചെയ്ത് കിട്ടും. പക്ഷെ ഇപ്പൊ വലുത് എന്ന് പറയുന്നത് ഇളവ് ചെയ്ത് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ 12 വർഷം ജീവപര്യന്തം ഒക്കെ ശിക്ഷ നമ്മളെ ഈ കോടതിയൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം പണ്ട് മുതലേ ഉള്ള ദൈവത്തിന്റെ വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ ഓരോ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ മനസ്സിലൂടെ അവരാണ് നമ്മുടെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, നിയമങ്ങളൊക്കെ എഴുതിയത് മനുഷ്യരാണെങ്കിൽ പോലും അവരുടെ മനസ്സിലൂടെയും മറ്റു അദൃശക്തികൾ തന്നെയാണ് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഓരോ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഈ കോടതിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ നിയമത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ 12 ഒരു തല്ലിപ്പുള്ളി തന്നെ അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തു നമ്മളെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ നമ്മൾ ജയിലിൽ പോകുമ്പോൾ നല്ല നടപ്പ് കണ്ടുകൊണ്ട് നമുക്ക് ഇളവ് ചെയ്ത് കിട്ടും. അല്ലാതെ ഈ കൊന്നു എന്ന് പറഞ്ഞ കുറ്റവാളിയെ അയ്യോപം പാവം എന്ന് പറഞ്ഞ അപ്പോഴും തന്നെ വെറുതെ വിടൂല. ശിക്ഷ വേണം. പക്ഷെ സാഹചര്യങ്ങളും അതും ഇതുമൊക്കെ നോക്കി അതിന്റെ കാഠിന്യം കുറയ്ക്കുകയോ ഇളവ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യും. അതാണ് ഞാൻ ഈ പറയുന്നത് ഇളവ് ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ ഇളവ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നറുക്കെടുപ്പ് പോലെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചില ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ ചില തടവുകാർക്കൊക്കെ ചിലപ്പോ പൂർണ്ണമോചനവും കൊടുക്കും. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെയും വ്യവസ്ഥയിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് രാജ്യങ്ങളിൽ അത് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുന്നത്. അതുപോലെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി ദൈവത്തോട് അടുക്കുന്നു, എന്റെ ഈ മെസ്സേജ് കേട്ടിട്ട് എത്രത്തോളം അത് ശ്രമിക്കുന്നു, ഈ ശ്രമവും ഈ ആത്മാർത്ഥതയൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് മറ്റ് അദൃശ്യ ശക്തികളും അല്ലെങ്കിൽ ദൈവത്തിനും മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ 10 പേരെ എടുത്താൽ എന്റെ ഈ മെസ്സേജിൽ 10 പേര് കേട്ടു, 10 പേരും അവരുടെ ഉള്ളിൽ എടുക്കുന്നത് 10 രീതിയിലായിരിക്കും. ചിലർ കേട്ട് മനസ്സിലാക്കി എന്നിട്ട് അവർ ചിന്തിക്കും, ഇതൊക്കെ നോക്കാം, ശ്രമിച്ചു നോക്കാം എന്ന് ചിന്തിക്കുന്നു, അവരും ശ്രമിക്കുന്നു. ചിലര് വിചാരിക്കും എന്തായാലും ശ്രമിച്ചു നോക്കാം, നടന്നാ ചെയ്താ, ഇല്ലെങ്കിൽ കളയാം എന്നും പറഞ്ഞായിരിക്കും ചിലര് ചെയ്ത് നോക്കുന്നത്. ചിലര് അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നാൽ ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള സാഹചര്യം നോക്കി ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും. ചിലർ എന്ത് സാഹചര്യം ആയിക്കൊണ്ട് പോട്ടെ, എനിക്ക് ദൈവം മതി, ഇന്ന് മുതൽ എനിക്കത് പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇളവ് തന്നേ പറ്റൂ എന്ന് അതികഠിനമായി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം കാണും. ദൈവമെല്ലാം ദൈവത്തിന്റെ പ്ലാൻ പോലെ നടക്കും. ഇളവ് ചെയ്ത് തന്നാൽ ഇളവ് ചെയ്ത് തരട്ടെ, എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും എന്നും പറഞ്ഞ് ഒരു 3/4% ശ്രമിക്കുന്ന ആ ഒരു മനസ്സുള്ളവരുണ്ട്. പക്ഷെ 100% ഉള്ള ആൾക്കാരുണ്ട്. തീക്ഷ്ണമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർത്തിയോടുകൂടി അത് ഇന്ന് തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് ശ്രമിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്.
പക്ഷെ ദൈവം നോക്കുന്നത് ചെയ്തോ എന്നല്ല നോക്കുന്നത്, അതിനുള്ള മനസ്സ് എത്ര വന്നു, അവന്റെ ശ്രമം എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് അവിടെ പ്രതിഫലം കൊടുക്കണം, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത്. അല്ലാതെ ചെയ്തോ എന്നുള്ളതല്ല. ഇപ്പം ഭയങ്കര വഴക്കാളിയായ ഒരു വ്യക്തി എന്ത് നിസ്സാര കേസിനും വീട്ടിലുള്ളവരെ കിടന്ന് ഭയങ്കരമായി ചീത്തയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ചീത്ത പറയുന്ന വ്യക്തികൾ ഇപ്പം പലരും കാണും. പക്ഷെ ഇവരുടെ മനസ്സ് നോക്കിയിട്ടാണ് അതിന്റെ ഫലം, കർമ്മഫലം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് മറ്റ് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ചിലര് ചീത്ത പറഞ്ഞു പോകും, പക്ഷെ അവന്റെ വളർന്ന സാഹചര്യം, ജീവിത രീതി, ഇതൊക്കെ വെച്ച് അവന്റെ ആ സിറ്റുവേഷനും കൂടെ നോക്കിയിട്ടാണ് അവിടെ ശിക്ഷയും കാര്യങ്ങളും വരുന്നത്, അല്ലെങ്കിൽ കർമ്മഫലം, അതിനുള്ള ഫലം എത്ര അനുഭവിക്കണം എന്നൊക്കെ വരുന്നത്. ചിലർക്ക് ചീത്തവിളി വന്നു പോയി അപ്പൊ തന്നെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ രീതിയിൽ വിഷമവും കാര്യങ്ങളൊക്കെ വന്നു, അയ്യോ ഇനി പിന്നെയും പറ്റിപ്പോയല്ലോ എന്നും പറഞ്ഞ് ഭയങ്കരമായ വിഷമം. ആ വിഷമത്തിന്റെയൊക്കെ ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു കാഠിന്യം. അത് മറ്റ് അതിർശക്തികൾ അത് അളക്കും. അവർക്ക് അതിനുള്ള മീറ്ററും അളവ് കോലും അവരുടെ കയ്യിലുണ്ട്. അതാണ് പറഞ്ഞ മറ്റ് ഡയമെൻഷനിലുള്ള ജോലിയൊക്കെ വേറെ രീതിയിലാണ്. അപ്പൊ അവരുടെ ജോലി ഇതൊക്കെയാണ്. വിഷമത്തിന്റെ കാഠിന്യം എത്ര ഉണ്ട്, എത്ര കുറഞ്ഞിരിപ്പുണ്ട്, അതിൽ എത്ര സത്യസന്ധത, ഇതൊക്കെ അളക്കാനുള്ള ടെക്നിക്കൊക്കെ മറ്റ് ഡയമെൻഷനിലെ ശക്തികൾക്കുണ്ട്. അപ്പൊ അവരിത് അളന്നാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മൾ പുറമേ മനുഷ്യരായി നിന്നുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിന്റെ ഈ വിചാരങ്ങളെ അളക്കാനുള്ള സംഗതികൾ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇതൊക്കെ അളന്നാണ് ഈ കർമ്മഫലത്തിന്റെ തിരിച്ച് എത്ര അനുഭവിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ നമ്മൾ എത്ര നന്നായിട്ടും കൂടെ ഉള്ളവരിൽ നിന്ന് ഹറാസ്മെന്റും കാര്യങ്ങളും വരുന്നു എന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം ഇളവ് ചെയ്ത് തരണമേ ദൈവമേ എന്ന ആ സൃഷ്ടാവാൻ ദൈവത്തോട് എത്രത്തോളം നമ്മൾ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതനുസരിച്ചൊക്കെയാണ് ഇളവ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടു, ആ ഇളവ് കിട്ടിയാൽ കിട്ടട്ടെ, ദൈവമേ എന്റെ നമ്മൾ ഇളവ് ചെയ്ത് തരണേ എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയാൽ ആ മനസ്സ് അളന്ന് നോക്കുമ്പോൾ ഒരു വെയിറ്റ് ഇല്ല. ആ ഇളവ് ചോദിക്കലും ക്ഷമ ചോദിക്കില്ലെന്ന് ആ ഒരു 100% വെയിറ്റ് തൂങ്ങുന്നില്ല ആ മനസ്സിന്, ആ ക്ഷമ ചോദിക്കലിന്. പക്ഷെ ചോദിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ചോദിക്കുന്നു. അപ്പൊ ഇതൊക്കെ അളന്നാണ് ഇതിന്റെ ഇളവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും പൂർണ്ണമായി മോചിപ്പിച്ച് തരണ പരിപാടി ഇല്ല. ഒരു അല്പമെങ്കിലും അതിനൊരു ചെറിയ ശിക്ഷ എന്നാണ് എന്തെങ്കിലും ഒരു വരും. പക്ഷെ വലിയ ലെവലിൽ പോയി പറയുന്നുണ്ടല്ലോ, അപ്പം കണ്ണിക്കൊള്ളേണ്ടത് പിരിയത്ത് കൊണ്ട് അങ്ങ് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ അങ്ങ് പോവും, പോയിപ്പിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജയിലിലാണെങ്കിലും ഇളവും കാര്യങ്ങളൊക്കെ തരുന്നത് പോലെ പരോള് വിടുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ മനസ്സിന്റെ അല്ലെങ്കിൽ ജയിൽ അധികൃതർ നമ്മുടെ സ്വഭാവവും ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്ത് തരുന്നത്. അവിടെ കിടന്ന് ചട്ടപ്പിത്തനവും അഹങ്കാരവും കാണിച്ചുകൊണ്ടിരുന്ന ഇത് കൂടിക്കൂടി വരും, ശിക്ഷ കൂടിക്കൂടി വരും. അതുപോലെ തന്നെ ജീവിത കാര്യങ്ങളെ കേട്ടിട്ട് ദൈവത്തോട് മറുതലിച്ചും അതും തോന്നും ദൈവം ഇങ്ങനെയൊക്കെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിറുപിറുത്തോണ്ടിരുന്ന തന്നെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കൂടുതൽ അനുഭവിക്കേണ്ടി വരും. കാര്യം ഇതും കൂടെ ചേർത്ത് അനുഭവിക്കേണ്ടി വരും. കുറ്റം എന്താണെന്നോ തെറ്റെന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ ആ ദൈവത്തോട് കരഞ്ഞ് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മനസ്സ് താന്ന് യാചിക്കാതെ മറുതലിച്ചും തർക്കുത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സാണെങ്കിൽ അത് ഇളവ് ചെയ്ത് കിട്ടൂല, കൂടുതൽ ചിലപ്പം ശിക്ഷ കിട്ടിയെന്നിരിക്കും. അതൊക്കെയാണ് പലർക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇസ്ലാം മതത്തില് അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ പണ്ടല്ലേ യഹൂദ മതക്കാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിസ്കാരം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ തറയിൽ കുമ്പിട്ട് തട്ടി എഴിച്ച് പൊങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുടെ മുന്നിൽ നമ്മുടെ തറയോളം പറ്റി നിന്നും കൊണ്ടുള്ള പ്രാർത്ഥന. ഇതാണ് പണ്ട് ഹൈന്ദവത്തിലായാലും നമസ്കാരമൊക്കെ ഈ തറ പറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭൂമിയോളം തറയോളം ഞാൻ താഴ്ന്നു, ദൈവമേ ഞാൻ ഒന്നുമല്ല എന്ന് കാണിക്കുന്ന ഒരു മനസ്സും കൂടെയാണ് ഈ രീതിയിലുള്ള പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ആ മനസ്സ് അത്രയും താരണം, അത്രയും താന്ന് തറ പറ്റി ഞാൻ ഒന്നും അല്ലേ എന്ന രീതിയിൽ നമ്മുടെ ഉള്ള് ഫുള്ളങ്ങ് സമർപ്പിച്ച് താന്ന് യാചിക്കുന്നവർക്ക് അത്രയും ഇളവ് കിട്ടും. അപ്പൊ പലർക്കും പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ആകുന്നില്ല എന്ന് കണ്ടാൽ അതിനർത്ഥം ഒരു ഭാഗം ഞാൻ പറയുന്നതാണേ, മറുഭാഗം കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പലതിന്റെയും ഇളവുകൾ കിട്ടാത്തത് നമ്മൾ ചിലതൊക്കെ അനുഭവിക്കുന്നു, ബാലൻസ് ആകുന്നു എന്ന് ഓർത്ത് കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വ്യത്യാസം വീട്ടുകാർക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് ആരും വിചാരിക്കരുത്. ഇളവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അത് മനസ്സിലാക്കണം. കാരണം വലുതൊക്കെ എന്തൊക്കെ വരേണ്ടത് ഈ ഒരു രീതിയിലെങ്കിലും അത് ബാലൻസായി പോകുന്നു എന്ന് ആദ്യം തിരിച്ചറിയണം. പിന്നെ ഇതിലൂടെ പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിലുള്ള ഹറാസ്മെന്റോ നമ്മളെ ശിക്ഷയോ അല്ലെങ്കിൽ ആ ലെവലിലുള്ള പീഡനങ്ങളൊന്നും ഇനി അവിടെ വരൂല. അതെന്തായാലും കുറഞ്ഞേ വരുള്ളൂ, മാറ്റമൊന്നുമില്ല. പക്ഷേ
നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഒരു മാറ്റം വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ അത്രയും വലിയ ലെവലിലേക്ക് നമ്മളെ മനസ്സ് മുക്തി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക്, ബാലൻസിങ് ലെവലിലേക്ക് നമ്മളെ മനസ്സെത്തിയിരിക്കണം. ഇപ്പം എന്റെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഭാര്യയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പോലുള്ള റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് ഒരു അറ്റാച്ച്മെന്റ് ആണല്ലേ. അപ്പൊ അതും കൂടി മാറണം. അവരെന്ത് മദ്യപിക്കുക, അട്ടഹാസം കാണിക്കുക, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എന്റെ കടമ ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു. ഇപ്പൊ ചിലർ പറയും ജോലിയുടെ പൈസ അത്രയും കൊണ്ട് എന്റെ അച്ഛൻ കൊണ്ടുവന്ന് കണ്ടവർക്ക് കളയുന്നു, മറ്റുള്ളവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് നശിപ്പിച്ച് കളയുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് കണ്ട് നമ്മൾ വിഷമിക്കണം? ആ മനസ്സാണ് ചേഞ്ച് ആവേണ്ടത്. അതൊരു സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ്, ഒരു ആത്മാവാണ്. ആ ആത്മാവ് കാണിക്കുന്ന എന്തോ മണ്ടത്തരത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലം പുള്ളി അനുഭവിക്കും. അതനുഭവിക്കട്ടെ. അല്ലെങ്കിൽ ആ ആത്മാവിനെ നന്നാക്കി എടുക്കേണ്ട ഡ്യൂട്ടി നമുക്കല്ലല്ലോ. നമ്മളൊരു ആത്മാവല്ലേ. അപ്പൊ ആത്മാക്കളെ നന്നാക്കി കൊണ്ടുപോകേണ്ടത് ദൈവത്തിന്റെയും അല്ലെ മറ്റ് അതിർശക്തികളുടെയും കാര്യങ്ങളല്ലേ. നമ്മൾ അറിവ് മാത്രം കൊടുത്താൽ മതി. അറിവില്ലാതെ ആ ആത്മാവ് നശിച്ചു പോകരുത് എന്ന് മാത്രം ചിന്തിക്കുക. ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അറിവ് കൊടുക്കുക. ഈ അറിവ് കിട്ടാതെ ആത്മാവ് വഴിതെറ്റി പോകുന്നു എന്ന് ഒരിക്കലും ഇനി പറയരുത്. ഈ ജന്മത്തിൽ നമ്മുടെ വായിലൂടെ കൂടെയുള്ളവർക്ക് അറിവ് കൊടുത്തു കഴിഞ്ഞു. ഈ അറിവ് അവർക്ക് കിട്ടി. ഇനി അവർ നന്നാവണോ, നന്നാവണ്ടേ, എത്ര നന്നാവണം, ഇതൊക്കെ മറ്റ് അദൃശ്യ ശക്തികളാണ് അവരെ നോക്കേണ്ടത്. കാരണം അവർ പോകേണ്ട മേഖല, ഇപ്പം പ്രകൃതിയുടെ അല്ലെങ്കിൽ മരണശേഷം മോക്ഷം ലെവലിലേക്ക് അവർ പോകേണ്ട മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി മറ്റ് ശക്തികൾക്കാണ്, അല്ലെ ദൈവത്തിനാണ്. അവിടെ നമുക്ക് ഡ്യൂട്ടിയില്ല. നമ്മുടെ ഡ്യൂട്ടി എപ്പോഴും ഈ അറിവുകൾ അങ്ങ് കൊടുക്കുക, ശരിയും തെറ്റും അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ബാക്കി അവരെ അത് വെച്ച് പഠിപ്പിച്ച് നന്നാക്കി ശിക്ഷിച്ച് കൊണ്ടുപോകണോ വേണ്ടയൊക്കെ മറ്റ് ശക്തികളുടെ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ദൈവം ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ ഈ ഒരു സ്ഥാനം, ഇപ്പം കൈയിലേക്കാണ് നമ്മൾ പോകുക, വലം കൈയിലേക്കാണ് നമ്മുടെ ആത്മാവ് പോകേണ്ടതെന്ന് ഒന്ന് ഉദാഹരണം വെച്ചോ. അപ്പൊ ആ കൈയിലേക്ക് പോകാൻ നമ്മൾ റെഡിയായി നമ്മൾ പോകുമ്പോൾ കാലിലേക്ക് പോകേണ്ട ചില വ്യക്തികളായി നമ്മുടെ കുടുംബത്തിൽ തന്നെ അച്ഛനോ അമ്മയോ അല്ലെ സഹോദരങ്ങളായിട്ടൊക്കെ കാണും. അപ്പൊ നമ്മൾ കയ്യിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന രീതിയും, കൈ എന്ന് പറഞ്ഞാൽ അറിയാലോ കുറച്ചും കൂടെ ശുദ്ധിയാണ്. കാലെന്ന് പറയുമ്പം തറയിൽ തട്ടി മണ്ണും ചെളിയും പറ്റി നിറയ്ക്കേണ്ട സാധനമാണ്. അപ്പൊ കാലിനെക്കാട്ടിലും ശുദ്ധി കയ്യിൽ വരണം, പ്രത്യേകിച്ച് വലങ്കൈ. ഇനി കണ്ണോ മൂക്കോ ഒക്കെ ആണെങ്കിൽ കുറെ കൂടെ ശുദ്ധിയിലോട്ട് വരണം. തലയിലിരിക്കുന്ന ഭാഗങ്ങൾ കുറെ കൂടെ ശുദ്ധിയായിട്ട് വരണം. വായക്കാണെങ്കിൽ നല്ല ശുദ്ധിയിലേക്ക് വരണം. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരണേണ്. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ കാലിലോട്ട് പോകാനോ അല്ലെ വേറെ ഏതെങ്കിലും ഭാഗത്തോട്ട് പോകാനിരിക്കുന്ന ആത്മാവിനെ നിങ്ങളെ ഭാഗത്തേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവരാനുള്ള വെപ്രാളമാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. അറിവ് കൊടുക്കുക. ബാക്കി ആ ആത്മാവ് ചിന്തിക്കട്ടെ, ആത്മാവ് മനസ്സിലാക്കട്ടെ എങ്ങോട്ട് പോകണം. അത് അവരുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കയ്യിലോട്ട് നിങ്ങൾ പോകുന്നിടത്തോട്ട് എന്റെ ഭർത്താവിന്റെ ആത്മാവിനെയും കൊണ്ടുവരണം, എന്റെ മക്കളെയും കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് അറ്റാച്ച്മെന്റ് ആണ്, പിടിയാണ്. അതിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ കർമ്മ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കർമ്മം നിങ്ങൾ അങ്ങ് ചെയ്യുക. ആ ആത്മാവ് എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്ന് ചിന്തിക്കേണ്ടത് അല്ലെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് മറ്റ് ശക്തികൾ അല്ലെ ദൈവത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല. ദൈവത്തിന് വേണ്ടെങ്കിൽ നമ്മളെന്ത് വെപ്രണം കാണിക്കണം? പക്ഷെ അറിവ് കൊടുക്കുക. കാരണം ആ നിങ്ങളുടെ കൂടെ വരേണ്ട, ആ ഭാഗത്ത് വരേണ്ട ആത്മാവാണെങ്കിലും ഈ അറിവ് കിട്ടാത്തത് കാരണം ഇനി അടുത്തൊരു ജന്മം കൂടെ വരരുത്. അപ്പൊ അറിവ് കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത്രമാത്രം ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ച്, ഇത് ഞാനീ പറയുമ്പോൾ ഇന്ന് തന്നെ ഇത് കേട്ടിട്ട് ഇന്ന് തന്നെ മനസ്സങ്ങനെ ആകും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. എപ്പോഴും ഞാൻ പറയണതാണ്. ഈ ഒരു വസ്തുത മനസ്സിലാക്കിയല്ലോ, ഇനി നിങ്ങൾ പാകപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം പഠിപ്പിച്ച് പാകപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ അവരുടെ ഈ ജീവിത രീതിയിലോ തോന്നിയാസത്തിലോ ഒന്നും നിങ്ങൾ വെപ്രാളപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാത്ത ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉയർന്നു വരും. തുടക്കത്തിൽ നിരാശ വിഷമം വരുന്നത് മനസ്സിലാവുന്നല്ലോ, നിങ്ങളുടെ ലെവലിലേക്ക് അവർ എത്താത്തതിന്റെ വെപ്രാളമാണ്. അപ്പൊ ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ടെൻഷനും വെപ്രാളവും ആ വിഷമവും ഒക്കെ തന്നെ മാറി മാറി വരും. ഇത് ഒറ്റ സുപ്രഭാതത്തിൽ വരുന്ന മാറ്റമല്ല എന്ന് ആദ്യം ശ്രദ്ധിക്കണം. പക്ഷെ പലർക്കും ഭയങ്കരമായ വെപ്രാളമുണ്ട്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കും പോലെ നടക്കുന്നില്ല, എനിക്ക് വളർന്നു വരാൻ പറ്റുന്നില്ല, അവരുടെ നിരാശ വിഷമം, അത് എന്തെങ്കിലും സാറിന് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്തു തരാനില്ല. ഈ അറിവുകൾ തരാനാണ് ഇപ്പോൾ ദൈവനെടുത്ത് പറയുന്നത്. മാക്സിമം അറിവ് കൊടുക്കുക. നിങ്ങളെ സ്വതന്ത്രമായി വിട്ട് നിങ്ങളെ ശ്രമിക്കാൻ വിടുന്നൊരു സമയമാണിപ്പോ. അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പക്ഷെ പലരും
ഈ നിരാശ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു കുളം അല്ലെങ്കിൽ ഒരു കായൽ, നമുക്ക് അങ്ങ് അക്കരെ നീന്തി എത്തണം. ഈ അക്കരെ എത്തുക എന്ന് പറയുന്നതാണ് ആ മോക്ഷം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയത്തിന്റെ ഹൈ ലെവൽ എന്ന് പറയുന്നത് ഈ കായലിന്റെ അക്കരെയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് നീന്തി അക്കരെ പോകണം, പക്ഷെ നമുക്ക് നീന്താനേ അറിഞ്ഞുകൂടാ. ഇന്ന് ഉദാഹരണം വെച്ചോ, ഇപ്പൊ നീന്താൻ അറിയാത്ത ഒരാള് പതുക്കെ എവിടെന്നെങ്കിലും നീന്താൻ പഠിച്ച് ചെറുതായിട്ട് നീന്തി നോക്കി നമ്മൾ ശ്രമിച്ച് പതുക്കെ 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 അക്കരെ എത്തുമല്ലോ, എത്തും. കാരണം നമ്മൾ കാര്യം മനസ്സിലാക്കി അക്കരെയാണ് സംഗതി എന്ന് പിടിയിട്ട് നീന്താൻ പഠിച്ചു തുടങ്ങി, നീന്തി തുടങ്ങി, നമ്മൾ എത്തും. അതുപോലെ തന്നെ കുറച്ച് നീന്തൽ അറിയാന്നുള്ള ഒരാൾക്ക് അത്രയും പാടില്ല, നീന്തൽ കുറച്ചറിയാം. ഒന്ന് ഉള്ള അറിവ് വെച്ച് ഒന്ന് ശ്രമിച്ച് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങ് അക്കരെ എത്താം. എന്നാൽ ചിലർക്ക് നല്ല എക്സ്പേർട്ട് നീന്തൽക്കാരായിരിക്കും, അവർക്ക് നല്ല ശക്തമായ രീതിയിൽ നല്ല പെട്ടെന്ന് നീന്തി അങ്ങ് അക്കരെ എത്താം. ചിലർക്ക് നല്ല എക്സ്പെർട്ട് നീന്തലായിരുന്നവരായിരിക്കും, പക്ഷെ ഇപ്പൊ കുറെ നാളുകൊണ്ട് പ്രാക്ടീസും ചെയ്യാതെ നീന്താതെ ആ ശരീര വഴക്കൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ ഇല്ലാതിരിക്കുന്നവരായിരിക്കും ഇപ്പോ അക്കരെ എത്തണം എന്ന് ആഗ്രഹിച്ച് അല്ലെ എന്റെ മെസ്സേജ് കേട്ടിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പണ്ട് ഞാൻ നീന്തി വന്നതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പൊ ഭയങ്കരമായ രീതിയിൽ അങ്ങ് നീന്തി ചെയ്ത മസിലൊക്കെ അവിടെയൊക്കെ പിടിച്ച് കുഴഞ്ഞ് നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞ് വെള്ളത്താന്നു പോകും, അല്ലെ മുന്നോട്ട് പോകാൻ പറ്റാതായി പോകും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിഞ്ഞൂടാത്തവർ പതുക്കെ പതുക്കെ പഠിച്ച് തുടങ്ങുക, ശ്രമിക്കുക. കുറച്ചറിയാവുന്നവർ അവരുടെ രീതിയിൽ അവരും ചെയ്യുക. എക്സ്പെർട്ട് ആയിട്ടുള്ളവർ പെട്ടെന്ന് നീന്തി എത്തുക. എക്സ്പെർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയത്തിൽ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും ശ്രമിച്ചും ഏതാണ്ട് ഒരു ലെവൽ പഠിച്ചിരിക്കുന്നവർ, ഇനി അതിന്റെ അപ്പുറത്തോട്ട് എന്ത് ചെയ്യണം, ഇനി എങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഈ മെസ്സേജിലൂടെയൊക്കെ ബാക്കി അറിവും ഞാനൊക്കെ ലഭിച്ച് പെട്ടെന്ന് എത്തുക. പക്ഷെ മുരടിച്ച് നിൽക്കുന്നു, പണ്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയൊക്കെ നിന്നുപോയി. അങ്ങനെയുള്ളവർ കേട്ട ഉടനെ ആർത്തി പിടിച്ച് നീന്താൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് പണ്ടത്തെ ആ വഴക്കം ഇപ്പൊ ഇല്ല. ഇനി ആ മസിലും കാര്യങ്ങളൊക്കെ ഒന്ന് അയഞ്ഞ് ബാലൻസായി വരണ്ടേ. അപ്പം പതുക്കെ നീന്തുക. അപ്പം നമ്മളിപ്പോ തന്നെ എന്റെ അനുഭവത്തിൽ എനിക്കറിയാം, നീന്തുമ്പോൾ നമ്മൾ സ്പീഡിലങ്ങ് നീന്തിയ പെട്ടെന്ന് നമ്മൾ കിതച്ചു പോകും, കുഴഞ്ഞു പോകും. അതേസമയം നമ്മൾ ഒരു താളത്തിന് ഇങ്ങനെ പതുക്കെ നീന്തി പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിക്കുകയില്ല, കിതക്കുകയില്ല. ഏതാണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും അക്കരെ എത്താം. പക്ഷെ പെട്ടെന്ന് അക്കരെ എത്തണമെന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ച് നമ്മൾ നീന്തിയാൽ തുടക്കത്തിലുള്ള വെപ്രാളം തന്നെ നമുക്ക് പിന്നെ പറ്റാതായി പോകും, നമ്മൾ വീണു പോകും, കുഴഞ്ഞു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ഇനി ആത്മീയത്തിൽ ഇത് പല ലെവലാണ്. അപ്പൊ ഇത് നിങ്ങൾ പെട്ടെന്ന് നീന്തണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നീന്തൽ നല്ല അറിഞ്ഞ് നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ളവർ എങ്ങോട്ട് നീന്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന വഴിയിലൂടെ പെട്ടെന്ന് നീന്തി അങ്ങ് പോവാം. പക്ഷെ ഒട്ടും അറിയാത്തവർ എന്ത് ചെയ്യും? അവര് മെസ്സേജ് കേൾക്കുകയല്ലേ, അവർക്കും അക്കരെ എത്താൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവർ നിങ്ങൾ ആദ്യം പതുക്കെ പഠിച്ച് ശ്രമിച്ച് ചെറുതായ രീതിയിൽ തുടങ്ങി വന്നാൽ മതി, എത്തിയിരിക്കും. ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ട് ആരാഗ്രഹിക്കുന്നു, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. നമ്മളെ മനസ്സ് നോക്കിയിട്ടാണ് റിസൾട്ട്. ഇപ്പൊ നമ്മളെ മനസ്സും നമ്മളെ തീഷ്ണതയും നമ്മുടെ ശ്രമത്തിനനുസരിച്ചാണ് മറ്റു ശക്തികൾ സാഹചര്യങ്ങൾ ഒരുക്കിയും പ്ലാൻ ചെയ്തും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ നീന്തി പോകുന്നതിൽ സ്ലോ ആയി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സാഹചര്യങ്ങളും സ്ലോ ആയി തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടരുത്. മാറിയിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. സിറ്റുവേഷൻസ് എല്ലാം മാറിയിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പം കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ പിന്നെ അങ്ങോട്ട് വ്യത്യാസം വരുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പിന്നെ ഇനിയും നിങ്ങൾ മുന്നോട്ട് നീന്തി പോകാനുണ്ട്. അപ്പോൾ ബാക്കി വ്യത്യാസം വരും. ഇനി ചിലർ പറയുന്നു മാക്സിമം ശ്രമിച്ചു, നല്ല രീതിയിൽ ശ്രമിച്ചു, എന്റെ പറ്റാവുന്ന പരമാവധി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ക്ഷമിച്ചു, എന്നിട്ടും അതനുസരിച്ച് കൂടെയുള്ളവർ അല്ലെ ഭർത്താവ് അല്ലെ ഭാര്യ അതിനനുസരിച്ച് കൂടുതൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ചെടി നട്ടു, ഒരു 3-4 ചെടി നട്ടു. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുക. ഇപ്പൊ ചെടി നടുക, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഇടുക, നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കുക, സമയം വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ അതിന്റെ മൂടൊക്കെ കൊത്തി ഇളകി കൊടുക്കുക, കൃമി കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ഒക്കെ ചെയ്ത് അതിനെയൊക്കെ കൊന്നു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റാ ചെയ്യുക. അത് ഫലം തരുന്നോ, എത്ര വളരുന്നു, അത് മുരടിച്ചു പോകുന്നുണ്ടോ, അതിനെന്തെങ്കിലും അസുഖം പിടിച്ചോ, ഇതൊന്നും നമ്മളെ കയ്യിലല്ല. നമ്മൾ ചെയ്യേണ്ടത് അങ്ങ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫലം വരാത്ത ഒരു മരമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി നന്നാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങ് നശിച്ചു പോകും. നമുക്കതിന് വിഷമമോ കാര്യങ്ങളോ വരാത്ത ലെവലിലേക്ക് നമ്മൾ മനസ്സ് പാകപ്പെടുത്തിയിരിക്കുക. കാരണം ഇത് പാഴ്. കാരണം നമ്മളുടെ കർമ്മം തെറ്റി നിന്ന സമയത്തും അറിവില്ലായ്മയിൽ നിന്ന സമയത്തും മറ്റുള്ളവർ വീട്ടുകാർ നിർബന്ധിച്ചതോ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സ്നേഹബന്ധത്തിലോ ഒക്കെ നമ്മുടെ അന്നത്തെ അവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഒരു പാർട്ട്ണറാണ് ഏതോ പൈശാചിക അസുര ശക്തികൾ നമ്മളെ തലയിൽ കൊണ്ട്
വെച്ച് തന്നതാണ് അന്നത്തെ കണ്ടീഷനിൽ. നമുക്ക് അന്നത് ശരിയും തോന്നി, കൊള്ളാമെന്നൊക്കെ തോന്നി, കൊണ്ടു തന്നതാണ്. ഇപ്പൊ നമുക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വന്നു, ആത്മീയ കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ പോസിറ്റീവ് ആകുന്നുണ്ട്. പക്ഷെ ഈ പിശാചുക്കൾ കൊണ്ടിട്ടുന്ന ഈ പാഴ് നന്നായി വരണം നിർബന്ധമൊന്നുമില്ല. നമുക്കിട്ട് പണി തരാൻ വേണ്ടി അസുരശക്തികൾ കൊണ്ടു തന്നതായിരിക്കാം നമ്മുടെ ഈ പാർട്ട്ണറെ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ പറ്റിപ്പോയി, ഭാര്യയായിപ്പോയി അല്ലെങ്കിൽ ഭർത്താവായിപ്പോയി, കടമയങ്ങ് ചെയ്യുക. ഇനി ആ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വേണ്ട എന്നും പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞാൽ വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിക്കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ പലരും എന്നെ വിളിച്ച് ഭയങ്കര നിരാശരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ സ്വീകരിച്ചു പോയി. നിങ്ങൾ ദൈവത്തിന്റെ നിയമത്തിൽ നിൽക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, മനസ്സിനെ ശാന്തപ്പെടുത്തുക. മൊത്തം അറിയാലോ എവിടെയൊക്കെ നമ്മൾ ക്ലിയർ ആവാൻ പറ്റുമോ, നമ്മൾ ക്ഷമിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ ക്ഷമിച്ച് നിൽക്കുക. എന്നിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വേണ്ട, നിന്നെ പോലുള്ള ഒരു പാഴിനെ അല്ല എനിക്ക് വേണ്ടത് എന്ന രീതിയിൽ നമ്മളെ തള്ളിക്കളഞ്ഞാൽ ഒരു വിഷമം വിചാരിക്കരുത്. മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ പോസിറ്റീവായി വരുന്നത് കാരണം, പോസിറ്റീവ് ശക്തികൾ നമ്മളെ ഏറ്റെടുത്തത് കാരണം അന്ന് പിശാച് അല്ലെങ്കിൽ അസുര ശക്തികൾ നമ്മുടെ തലയിൽ വെച്ച് തന്ന ഈ മാരണത്തെ പോസിറ്റീവ് ശക്തികൾ നമ്മളിൽ നിന്നും മാറ്റിത്തരുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മളായിട്ട് മാറ്റാൻ ശ്രമിക്കരുത്. നമ്മൾ സഹിച്ചും പുറത്തും മാക്സിമം ഭൂമിയോളം ആണ് ആദ്യം പറഞ്ഞത്, തറയോളം നമ്മളെ താന്നു കൊടുക്കുക. തലയിൽ കയറി ചവിട്ടി പിന്നെ വരണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പോസിറ്റീവ് ശക്തിയെ നമ്മളെ സഹായിച്ച് ഈ ശല്യത്തെ അല്ലെങ്കിൽ ഈ ഒരു തടസ്സത്തെ മാറ്റി തന്നിരിക്കും. ഇങ്ങനെയും വകുപ്പുണ്ട്, ഇതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.